ഇപ്പോൾ ഇതാണ് ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് ബസ്. നമ്മുടെ പുതിയ KSRTCക്ക് ഏതാണ്ട് ഇതേ കളർ സ്കീമാണ്. ഗുഡ് മോർണിംഗ്. അങ്ങനെ വീണ്ടും ഒരു യാത്രയിലാണ്. കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള ഒരു ലോങ് ഡ്രൈവാണിത്. ഇത്തവണ ലക്ഷ്യസ്ഥാനം ലക്നൗ ഇവിടുന്ന് ഏകദേശം 9 മണിക്കൂർ യാത്രയുണ്ട്. ഏകദേശം 500 കിലോമീറ്റർ കവർ ചെയ്യേണ്ടി വരും. ഇപ്പം മണി 7:20. അങ്ങനെ പയ്യെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ലക്നൗവിലേക്ക് പോകുന്നത്. ഞാൻ ഇതുവരെ കവർ ചെയ്യാത്തൊരു സ്ഥലമാണ് ലക്നൗ. ഇന്ന് ഓഗസ്റ്റ് മാസം 15-ാം തീയതി 2025. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. മഴക്കോളുണ്ട്, മഴ ഇടയ്ക്കിടയ്ക്ക് പൊടിയുന്നുണ്ട്, ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം. ഇപ്പം ഡൽഹിയിലാണ്. അങ്ങനെ ഇന്ത്യൻ ഓയിലിൽ നിന്ന് XP 95 അടിക്കുകയാണ്. ഡൽഹിയിൽ ഇതിൻ്റെ വില 99 രൂപ 89 പൈസ. കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഇതെല്ലാം എത്തനോൾ മിക്സ് ചെയ്ത പെട്രോളാണ്. അതിൻ്റേതായിട്ടുള്ള മൈലേജിലുള്ള വ്യത്യാസം അറിയാറുണ്ട്. ഇപ്പോൾ മൈലേജൊന്നും ശരിക്കും കിട്ടുന്നൊന്നുമില്ല. 18 കെട്ടിക്കിട്ടുന്ന സ്ഥാനത്ത് ഇപ്പോൾ 13 കിട്ടുന്നത്. ഇപ്പോൾ ഡൽഹിയിലാണ്. അന്തരീക്ഷം ഇങ്ങനെ മൂടിക്കെട്ടി കിടക്കുകയാണ്, ക്ലൗഡിയാണ്. അങ്ങനെ 4327 രൂപയ്ക്ക് 43 ലിറ്റർ പെട്രോൾ കയറിയിരിക്കുകയാണ്. ഇന്ന് സ്വാതന്ത്ര്യദിനമായതിൻ്റെ സ്വാതന്ത്ര്യ റോഡിലും കാണാനുണ്ട്. റോഡ് കാലിയാണ്, നല്ല സുഖമുണ്ട്. സാധാരണ തിരക്കുള്ള വർക്കിംഗ് ഹവേഴ്സിലൊക്കെ ഈ റോഡൊക്കെ ഫുൾ ജാം പാക്റ്റാണ്. ഇപ്പോൾ ഇന്ന് അവധി ദിവസമായിട്ട് എല്ലാവരും വീട്ടിലാണ്. സമയം 7:50. ഇപ്പം നമ്മൾ ഡൽഹിയിലെ ഔട്ടർ റിംഗ് റോഡിലാണ്. ഈ റോഡ് ഇനി നമ്മൾ നേരെ ചെന്ന് നോയിഡയ്ക്ക് കയറും. നോയിഡയിൽ നിന്ന് പിന്നെ യമുന എക്സ്പ്രസ് വേ കഴിഞ്ഞ് പിന്നെ ആഗ്ര ലക്നൗ ഹൈവേ, അങ്ങനെയാണ് ഇത് പോകുന്നത്. കാര്യം റൂട്ട് വളരെ സിമ്പിളാണ്. നല്ല അത്യാവശ്യം സ്പീഡിൽ ഓടി എത്താവുന്നതേ ഉള്ളൂ. ഇപ്പോൾ വെളിയിലാണ്ട് 27 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ കാണിക്കുന്നത്. ഇന്ന് സ്വാതന്ത്ര്യദിനമായതുകൊണ്ട് ഇവിടെ എല്ലാം നല്ല ടൈറ്റ് സെക്യൂരിറ്റിയാണ്. അങ്ങനെ അക്ഷർധാം മന്ദിർ സൈഡ് അടുത്തിരിക്കുകയാണ്. ഇവിടെ ഡൽഹി ബോർഡർ തീരും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് UP സ്റ്റാർട്ടാവും. ഇപ്പം മയൂർ വിഹാർ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മയൂർ വിഹാർ എന്ന് പറയുന്നത് ഒരു ചെറിയ കേരളം പോലെയാണ്. ഇഷ്ടം പോലെ മലയാളികൾ താമസിക്കുന്ന സ്ഥലമാണ് മയൂർ വിഹാർ. ഇപ്പോൾ സമയം 8:10. നമ്മളിത് ഡൽഹിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ ആവുകയാണ്. ഇതുവരെ അതിൻ്റെ 31 കിലോമീറ്റർ കവർ ചെയ്തു. വളരെ കൂളായിട്ട് റിലാക്സ് ചെയ്ത് ഓടിച്ചാൽ പോകുന്നത്. അങ്ങനെ നോയിഡയിലേക്ക് എൻട്രി ചെയ്തു. ഡൽഹി വിട്ടു നമ്മൾ ഇപ്പോൾ UPയിലേക്ക് കയറിയിരിക്കുകയാണ്. നോയിഡ ഈസ് ആക്ച്വലി പാർട്ട് ഓഫ് NCR, നാഷണൽ ക്യാപിറ്റൽ റീജിയൻ. ഇപ്പം സമയം 8:40. അങ്ങനെ ഗ്രേറ്റർ നോയിഡയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ നമ്മൾ യമുന എക്സ്പ്രസ് വേയിലേക്ക് എൻട്രി ചെയ്യും. ഈ ഗ്രേറ്റർ നോയിഡയൊക്കെ ആക്ച്വലി അത്യാവശ്യം നല്ല ഡെവലപ്പായിട്ടുള്ള സ്ഥലമാണ്. നല്ല ഗ്രീനറിയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം വീണ്ടും യമുന എക്സ്പ്രസ് വേയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇടയ്ക്ക് ഗൂഗിള് കുറേ കറക്കിയായിരുന്നു. ഈ ഗൂഗിളിനെ വിശ്വസിച്ച് ഒരിക്കലും നമ്മൾ ഒരു വഴിക്ക് ഇറങ്ങരുത്. ഇതിപ്പോൾ ഞാൻ മേപ്പിൾസ് മാപ്പ് സെറ്റ് ചെയ്താണ് പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള റൂട്ടാണ്. എന്താ നടത്തില്ല, ഗൂഗിൾ ഒരുപാട് നമ്മളെ കറക്കി ഈ റൂറലായിട്ടുള്ള വഴിയിലൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫൈനലി അങ്ങനെ യമുന എക്സ്പ്രസ് വേ. ഇനി ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആഗ്ര വന്നിട്ട് നമ്മൾ ലക്നൗ എക്സ്പ്രസ് വേയിലേക്ക് കയറും. UPSRTCയുടെ ബസ്, UP സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ഉത്തർപ്രദേശ് പരിവഹൻ. ഇതിൻ്റെ അതേ ലിവറിയാണ് ഇപ്പോഴത്തെ KSRTC ബസ്സിന്. ഇതിൻ്റെ അതേ പെയിൻറ്റ് സ്കീമാണ് നമ്മുടെ ഇപ്പോഴത്തെ KSRTC ബസ്സിന്. ഇപ്പോൾ യമുന എക്സ്പ്രസ് വേയിലാണ്. ജേവർ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. അത്യാവശ്യം മഴ പൊടിക്കുന്നുണ്ട്. റോഡ് നല്ല ബിസിയാണ്, നല്ല തിരക്കുണ്ട് റോഡിൽ.
വീണ്ടും ഉത്തർപ്രദേശ് സർക്കാർ ബസ് സ്പോട്ട് ചെയ്തു. ഈ ത്രിവർണ്ണ പതാകയുടെ അതേ കളർ സ്കീമാണ് ഇപ്പം നമ്മുടെ KSRTC ബസ്സിന്. മണി ഇപ്പം 9:30 അങ്ങനെ ഈ ദിവസത്തെ ആദ്യത്തെ ടോൾ പ്ലാസ യമുന എക്സ്പ്രസ് വേയിൽ ഇതുവരെ 118 കിലോമീറ്റർ ഓടി ഡൽഹിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇതാണ് ജേവർ ടോൾ പ്ലാസ. മണി ഇപ്പം 10:15. ഇതുവരെ ഏകദേശം 175 കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞ്. ഇപ്പോഴും യമുന എക്സ്പ്രസ് വേയിലാണ്. ഈ റോഡിന് ഏകദേശം 13 കൊല്ലം പഴക്കമുണ്ട്. ഇപ്പോഴും റോഡിന് പ്രശ്നമൊന്നുമില്ല. ഈ റോഡ് കോൺക്രീറ്റ് റോഡാണ്. 13 കൊല്ലം മുമ്പ് ഇത് ഭയങ്കര ഒരു വൻ സംഭവമായിരുന്നു. ഇപ്പോഴും ശരിക്കും ഇതൊരു എന്താ പറയുക, ഇപ്പം ഒരുപാട് എക്സ്പ്രസ് ഹൈവേസ് ഒക്കെ വന്നെങ്കിലും ഈ റോഡിന് അതിൻ്റെ ആയിട്ടുള്ള പ്രസക്തിയുണ്ട്. കാര്യം ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ ഒക്കെ വന്നെങ്കിലും ഈ റോഡിൻ്റെ അത്ര ക്വാളിറ്റി ഒന്നുമില്ല. ഇതിപ്പോൾ 13 കൊല്ലം കഴിഞ്ഞിട്ടും അതേ കണക്ക് തന്നെ ഉണ്ട്. ആദ്യമായിട്ടാണ് ലക്നൗവിലേക്ക് പോകുന്നത്. അതിൻ്റേതായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. UP ഞാൻ അങ്ങനെ ഒരുപാട് കറങ്ങി കാണാത്തൊരു സ്ഥലമാണ്. UP പൊതുവെ അല്പം പ്രശ്നമുള്ള സ്ഥലമായ കാരണം കഴിയുന്നതും UP അവോയ്ഡ് ചെയ്തിട്ട് പോകാനായിട്ടാണ് ശ്രമിക്കാറുള്ളത്. ഇപ്പം മധുര എല്ലാം കഴിഞ്ഞു. സമയം 10:45. ഇപ്പോഴും യമുന എക്സ്പ്രസ് വേയിലാണ്. ഇതൊരു കിടില ഹൈവേ ആണ്, കോൺക്രീറ്റ് റോഡായത്. ഈ റോഡിൽ നമ്മുടെ ടൈഗൻ നല്ല റോക്ക് സ്റ്റഡി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വണ്ടിയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഹാൻഡ്ലിംഗ് ആണ്. നമ്മളിങ്ങനെയുള്ള ഹൈ സ്പീഡ്സിലൊന്നും ഈ വണ്ടി ചലിക്കത്തില്ല. അതിൻ്റെ സ്റ്റിയറിംഗ് കോൺഫിഡൻസ് ഭയങ്കര, സ്റ്റിയറിംഗ് ഫീഡ്ബാക്ക് ഇസ് എക്സലൻറ്റ്. ഇത് സ്മൂത്തായിട്ട് 150, 180 വരെയൊക്കെ ചുമ്മാ കയറും. ഇങ്ങനെയുള്ള ഹൈ സ്പീഡ്സിൽ ഈ വണ്ടി പോകുന്നത് നമ്മൾ അറിയത്തോലുമില്ല. കാരണം അത്രയ്ക്ക് ഹാൻഡ്ലിംഗ് പാർട്ട് ഭയങ്കര കിട്ടിലോ. സസ്പെൻഷൻ സ്റ്റിഫാണ്. അത് ഇതിൻ്റെ ഈ ഒരു ഹാൻഡ്ലിങ്ങിനെ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ത്രീ സിലിണ്ടർ ടർബോ എഞ്ചിനാണ്. ഇതിപ്പം 1 ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷനാണ്. പക്ഷെ ഇത് 1 ലിറ്റർ എഞ്ചിനാണ്, ചെറിയ എഞ്ചിനാണ്, 3 സിലിണ്ടറാണ്. ഇതൊന്നും ഇതിൻ്റെ പെർഫോമൻസിനൊരു പ്രശ്നമല്ല. കാരണം ഇത് നമ്മൾ അറിയത്ത് പോലുമില്ല ഇത് ഇത്ര ഒരു ചെറിയ മോട്ടറിലാണ് ഈ കാർ ഓടുന്നതെന്നുള്ളത്. അതുപോലെ ഇതിൻ്റെ ബ്രേക്കിംഗ് ആയാലും വളരെ നല്ലതാണ്. ചവിട്ടി അവിടെ കിട്ടും. ഓവറോൾ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ശരിക്കും ത്രില്ലടിച്ച് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റിയൊരു സാധനമാണ് ടൈഗൺ. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്, പൂരി സബ്ജി. ലൊക്കേഷൻ മധുര കഴിഞ്ഞു, ആഗ്രയായി. ഇപ്പോൾ ടോൾ പ്ലാസ അവിടെ നിർത്തിയതാണ്. ഇപ്പോൾ ഇതാണ് ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് ബസ്. നമ്മുടെ പുതിയ KSRTCക്ക് ഏതാണ്ട് ഇതേ കളർ സ്കീമാണ്. ഇപ്പോൾ ലൊക്കേഷൻ ആഗ്രയായി. ആഗ്രയിലെ ഇന്നർ റിംഗ് റോഡാണ്. ഓൺ അവർ വേ ടു ലക്നൗ. ഇപ്പോൾ ഇവിടെ ചെറിയ ഒരു ബ്രേക്ക് എടുക്കാനായിട്ട് ഒരു ഫുഡ് കോർട്ടിൽ സ്റ്റോപ്പ് ചെയ്തേ. ഇനി ഇവിടുന്ന് യാത്ര തുടരുകയാണ് ടുവേർഡ്സ് ലക്നൗ. നല്ല വെയിലുണ്ട്, നല്ല ഹ്യൂമിഡും ഉണ്ട്. റോഡിൽ അത്യാവശ്യം നല്ല തിരക്കുമുണ്ട്. നമ്മുടെ ടൈഗൺ. സമയം 11:20. ഇപ്പോൾ അങ്ങനെ റൂട്ട് ഇവിടുന്ന് മാറുകയാണ്. നേരെ പോകുന്നത് ആഗ്ര, താജ്മഹലിനൊക്കെ ഈ റോഡ് അങ്ങ് നേരെ പോകും. ഇവിടം വരെയുള്ള റൂട്ട് പലതവണ വന്നിട്ടുള്ളതാണ്. ഇനി ഇവിടുന്ന് ഡീവിയേറ്റ് ചെയ്ത് ആഗ്ര ലക്നൗ എക്സ്പ്രസ് വേയിലേക്ക് കയറുകയാണ്. ഇതെനിക്ക് ഫസ്റ്റ് ടൈമാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആഗ്ര ലക്നൗ എക്സ്പ്രസ് വേയിലേക്ക് കയറുന്നത്. So finally we are now leaving Yamuna Expressway and entering
ആഗ്ര ലക്നൗ എക്സ്പ്രസ് വേ. അങ്ങനെ ആഗ്ര ലക്നൗ എക്സ്പ്രസ് വേയിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇതാണ് ആഗ്ര ലക്നൗ എക്സ്പ്രസ് വേ. ഫൈനലി ഞാൻ കയറിയിരിക്കുകയാണ്. ഇതെല്ലാം ജീവിതത്തിൽ പുതിയ എക്സ്പീരിയൻസ് ആണ്. ഇതൊരു പുതിയ റോഡാണ്. കഴിയുന്നതും ഇന്ത്യയിലെ നാഷണൽ ഹൈവേസും എക്സ്പ്രസ് വേസും ഇന്ത്യയിലെ റോഡുകൾ കംപ്ലീറ്റ് യാത്ര ചെയ്ത് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് തീർക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ്. സോ ഫൈനലി വി ആർ ഹെഡിങ് ടുവേർഡ്സ് ലക്നൗ, നവാബിയോം കാ ഷഹർ. മണി 11:25. അങ്ങനെ ആഗ്ര ലക്നൗ എക്സ്പ്രസ് വേയിലാണ്. ഇവിടെ സ്പീഡ് ലിമിറ്റ് കാറിന് 100 കിലോമീറ്ററാണ്. ഇത് 6 വരി പാതയാണ് ശരിക്കും. ഇടല ഹൈവേ ആണ് ഇത്. BJP ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് സമാജ്വാദി പാർട്ടി അഖിലേഷ് യാദവിൻ്റെ സമയത്ത് കൺസ്ട്രക്ട് ചെയ്ത ഹൈവേ ആണ്. സോ ഫാർ എവറിത്തിങ് റിയലി നൈസ്. വെളിയിൽ നല്ല ചൂടാണ്. ആഗ്ര ലക്നൗ ഈ ഹൈവേ ആണ്ട് ലക്നൗ വരെ എത്താൻ ഏകദേശം 317 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ മണി 11:45. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആഗ്ര ലക്നൗ ഹൈവേയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഇത് 6 വരി പാതയാണ്. ഏകദേശം 317 കിലോമീറ്റർ കവർ ചെയ്യാനുണ്ട്. റോഡ് അടിപൊളിയാണ്. പക്ഷേ ഇടയ്ക്ക് ഈ റോഡിലിപ്പം പാച്ച് വർക്കൊക്കെ ഉണ്ട്. പാച്ചസ് കാണുന്നുണ്ട്. എന്നാലും സുഖമായിട്ട് ഓടിപ്പോവാം. ഇന്ന് അവിടെ സ്റ്റേ ചെയ്ത് നാളെ ലക്നൗ സിറ്റി കറങ്ങി കണ്ട് മറ്റന്നാൾ തിരിച്ച് ഓടിച്ച് ഡൽഹിക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആഗ്ര ലക്നൗ എക്സ്പ്രസ് വേ. 6 വരി പാതയാണ്. ഇത് അത്യാവശ്യം പഴയ റോഡാണ്. 2016 തോന്നുന്നു എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഇത് തുറന്നു കൊടുത്തത്. ഇപ്പോൾ ഇവിടെ റോഡിൽ ഇടയ്ക്കിടയ്ക്ക് പാച്ചസൊക്കെ ഉണ്ട്. സ്റ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഹൈവേ. നല്ല സ്പീഡിൽ ചവിട്ടി വിടാം. ഈ ഹൈവേ വന്നതിന് ശേഷം ആഗ്ര ലക്നൗ അല്ലെങ്കിൽ ഡൽഹി ലക്നൗ ദൂരം സമയം ഒരുപാട് കുറഞ്ഞു. ആദ്യമായിട്ടാണ് ഈ റോട്ടിൽ വരുന്നത്. ആൻഡ് ഇറ്റ്സ് എ ഗ്രേറ്റ് നൈസ് എക്സ്പീരിയൻസ്. ടൈം നല്ല റോക്ക് സ്റ്റഡിയായിട്ട് പറന്ന് പോയിക്കൊണ്ടിരിക്കുക. ചുറ്റിനും നെൽപ്പാടങ്ങളാണ്. കണ്ണെത്താ ദൂരത്ത് നെൽപ്പാടങ്ങൾ കാണാം. UP റോഡുകളൊക്കെ അടിപൊളിയാണ്. താഴെ കൂടെയും ഏതോ ഒരു ഹൈവേ കടന്നു പോകുന്നുണ്ട്. കാഴ്ചകളെല്ലാം അതിമനോഹരം. ഇപ്പോൾ ഇടയ്ക്ക് ഒന്ന് ചവിട്ടിയതാണ്. ഇവിടെ ഒരു ടിഗ്വാൻ പാസ് ചെയ്യുന്നു. മണി 12:30. അങ്ങനെ ഇറ്റാവ UP ഒരു ഡിസ്ട്രിക്റ്റാണ് ഇറ്റാവ. അപ്പോൾ ഇറ്റാവയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഇതിൽ സ്പീഡ് ലിമിറ്റ് 100 കിലോമീറ്ററാണ് കാറിന്. പ്രയാഗ്രാജ് പോകാനായിട്ട് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് എക്സിറ്റ് ചെയ്യണം. ഇതിൻ്റെ പേര് ഈ എക്സ്പ്രസ് വേയുടെ പേര് ബുന്ദേൽഖണ്ഡ് എക്സ്പ്രസ് വേ. നമുക്കിവിടെ നേരെ ലക്നൗ, അയോധ്യ പോകുന്നതെല്ലാം ഈ റൂട്ട് തന്നെയാണ്. റോഡ് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ അടിപൊളിയാണ്. ഞാൻ വിചാരിച്ച കണക്ക് അത്ര മോശമല്ല ഈ ഒരു റോഡ് ഇൻഫ്രാസ്ട്രക്ചർ UP. ഇനി ഏകദേശം ഒരു 187 കിലോമീറ്റർ ഉണ്ട് ലക്നൗവിന്. അയോധ്യ ഏകദേശം 315 കിലോമീറ്റർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഒരു സംസ്ഥാനമാണ് UP. ഈ ഹൈവേ കടന്നു പോകുന്ന ഈ റൂട്ടിൽ കാര്യമായിട്ടൊന്നുമില്ല. ഒരുമാതിരി വിജനമായ സ്ഥലമാണ് പട്ടിക്കാട്. കൂടുതലും കൃഷിയിടങ്ങളാണ്. കൂടുതലും നെൽപ്പാടങ്ങളൊക്കെ കാണാം. മണി ഇപ്പോൾ 1 കഴിഞ്ഞു. നല്ല കോരിച്ചൊരിയുന്ന മഴയാണ്. ഒന്നും കാണാൻ വയ്യ. ഇനിയൊരു 140 കിലോമീറ്റർ ഓടമുണ്ട്
ലക്നൗവിന്. നല്ല സ്ട്രോങ് മഴ. ഇത്രയും നേരം മഴയില്ലായിരുന്നു. ഇപ്പം ഇങ്ങോട്ട് ഇറ്റാവ എല്ലാം കടന്ന് മുമ്പോട്ട് വന്നപ്പോഴത്തേക്ക് നല്ല മഴ. മണിയിപ്പോൾ 1:10. ഇപ്പം ഏകദേശം 6 മണിക്കൂർ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കാർ ഓടിച്ചു കഴിഞ്ഞു. കണ്ടിന്യൂസ് ഓടി പോവുകയാണ്, നോൺ സ്റ്റോപ്പ്. ഈ റൂട്ടിൽ റെസ്റ്റോറൻറ്റ്സും ഹോട്ടൽസും ഈട്രീസ് ഒന്നും ഇല്ല. അതൊരു ഡ്രോബാക്കാണ്. അപ്പോൾ ഈ റൂട്ടിൽ വരുമ്പോൾ തീർച്ചയായും നമ്മൾ ആഹാരം എന്തെങ്കിലുമൊക്കെ കരുതിക്കോണം കൂടുതൽ. ഈ റോഡ് എനി ടൈം ബെറ്റർ ടു ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ. ഇതിൻ്റെ റോഡ് സർഫേസ് ഒക്കെ നല്ല സ്മൂത്താണ്, നമ്മൾ അറിയത്തില്ല. മറ്റേത് മുഴുവൻ സ്കാമാണ്. ആ റോഡ് വളരെ മോശമാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ. കാര്യം വലിയ 6 വരി പാതയൊക്കെയാണ്, പക്ഷേ അതിൻ്റെ റോഡ് സർഫസ് വളരെ മോശമാണ്. ഇതിപ്പോൾ നല്ല കാർ ഓടിപ്പോകുമ്പോഴത്തേക്ക് നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഓടിപ്പോകാം. മറ്റേത് ഇങ്ങനെ ചെറിയ ചെറിയ കുണ്ടും കുഴിയും ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാം. ഇപ്പോൾ മണി 1:45. അങ്ങനെ ഒരു സ്ഥലത്ത് ബ്രേക്ക് എടുത്തു. ഇത് റെസ്റ്റ് റൂമാണ് ഈ ഹൈവേയിൽ. ലൊക്കേഷൻ ഗുജേപൂർ, ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് സ്റ്റേറ്റിനെ കുറിച്ച് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു. വളരെ ശോകമായിരിക്കുമെന്ന് ഞാൻ കരുതിയേ. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇതൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതാണ് അവധ് ബിരിയാണി, ലക്നൗവി ബിരിയാണി. ഈ ഹൈവേയിൽ ഈട്രീസൊക്കെ വളരെ കുറവാണ്, ഒന്നും തന്നെ ഇല്ല. ഇപ്പം ഇവിടെ ലൊക്കേഷൻ ഇത് ഗുജേപൂർ. ഇവിടെ റെസ്റ്റ് റൂം ഉണ്ടായിരുന്നു, ഇവിടെ നിർത്തി. ഇവരുടെ ലക്നൗവി ബിരിയാണി ട്രൈ ചെയ്തു. വലിയ നിലവാരമൊന്നും ഇല്ലായിരുന്നു. ഒടുക്കലത്തെ വിലയും 250 രൂപ. ഇനി ഇവിടുന്ന് പോയേക്കുവാണ് ടുവേർഡ്സ് ലക്നൗ. ഈ ടൈഗൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മുരൾച്ചയും ഡീസൽ വണ്ടിയുടെ കണക്ക് സൗണ്ടൊക്കെ കേൾക്കും. അതുപോലെ ഇതിൻ്റെ RPM റേസായി ഇങ്ങനെ നിൽക്കും. അത് കഴിയുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ RPM താഴെ വരും. അതിനുശേഷം നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ RPM താഴെ വന്നു, എൻജിൻ സൈലൻ്റായി. പക്ഷേ ഈ ഇങ്ങനെയുള്ള പുറത്ത് കാണുന്ന ഈ ബോളം വെച്ചൊന്നും നമുക്ക് കാറിൻ്റെ അകത്ത് അങ്ങനെ ഫീൽ ചെയ്യത്തൊന്നുമില്ല. അങ്ങനെ വൈബ്രേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തൊന്നുമില്ല. ഓവറോൾ ഐ ആം റിയലി ഹാപ്പി വിത്ത് ദിസ് വെഹിക്കിൾ. എനിക്ക് എന്താ പറയണമെന്ന് അറിയത്തില്ല. മേടിച്ച് ഇതുവരെ ഓടിച്ച് ഐ ആം സോ സാറ്റിസ്ഫൈഡ്. മണി ഇപ്പം 2:20. യാത്ര തുടരുകയാണ്. ഇടയ്ക്ക് ബ്രേക്ക് എടുത്തു, അത്യാവശ്യം ഭക്ഷണം കഴിച്ചു. കാൺപൂർക്ക് പോകാനായിട്ട് ഇവിടുന്ന് എക്സിറ്റ് ചെയ്യണം, നേരെ ലക്നൗ. ഹൈവേ അടിപൊളിയാണിത്, പക്ഷേ ഇടയ്ക്ക് റോഡ് മോശമാണ്. ഗട്ടറും പോത്ത് ഹോളൊക്കെ ഉണ്ട്. ഓവറോൾ നല്ല സ്മൂത്ത് റോഡാണ്, ചുമ്മാ ഓടിച്ചു പോവാം. മണി 3:20. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ ലക്നൗ എത്തി. ഇനി ഒരു അരമണിക്കൂറുടെ യാത്രയുണ്ട് ബുക്കിംഗ് എടുത്തിരിക്കുന്ന ഹോട്ടൽ വരെ. ഈ വഴി നേരെ പോകുന്നത് അയോധ്യയ്ക്കാണ്. 550 കിലോമീറ്റർ ഇതുവരെ ഓടിച്ചു കഴിഞ്ഞ് വണ്ടി. രാവിലെ 7:20 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഡൽഹിയിൽ നിന്ന്. അത്യാവശ്യം തിരക്കിയിട്ടില്ലാതെ നല്ല സ്മൂത്തായിട്ട് ഓടിങ്ങി പോന്നു. ഇനി ഒരു 13 കിലോമീറ്റർ ഉണ്ട്. സോ ഫൈനലി വി ഹാവ് റീച്ച്ഡ് ലക്നൗ, നവാബിയോം കാ ഷഹർ. മുഗളന്മാരുടെ ഒരു കാലത്തെ തലസ്ഥാനമായിരുന്നു ഇത്. അങ്ങനെ ലക്നൗ സിറ്റി എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഡൽഹി, ജയ്പൂർ ഇതുപോലൊക്കെ തന്നെ ഈ സിറ്റിയും. മേളിൽ കൂടെ പോകുന്നത് മെട്രോയുടെ ഇതാണ്, മെട്രോ ലൈനാണ് മേളിൽ കൂടെ പോകുന്നത്. ഇത് ലൊക്കേഷൻ ആലംബാഗ്, ലക്നൗ.
അപ്പോൾ ഇതാണ് ഗോൾഡൻ തുലിപ്പ്. ഇതൊരു 4 സ്റ്റാർ ഹോട്ടലാണ്. 2 ദിവസത്തേക്ക് ടാക്സ് ഉൾപ്പെടെ 8400 രൂപയായി. കാണിട്ട ഇവിടെ ഇടാം. ഓക്കെ. അങ്ങനെ 4:10 ലക്നൗ എത്തി. ഇവിടെ ഗോൾഡൻ തുലിപ്പ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ സ്റ്റേ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഹോട്ടൽ റൂം. ട്വിൻ ബെഡ്. 2 ദിവസത്തേക്ക് 8400 രൂപയായി, ഇൻക്ലൂഡിങ് ടാക്സ്. കുഴപ്പമില്ല, സ്പേഷ്യസ് റൂമാണ്. ഹോട്ടലിൽ നിന്നുള്ള വ്യൂ ഒന്നും അത്ര സുഖമില്ല, ഷോവാണ്. അങ്ങനെ ഫൈനലി ലക്നൗ എത്തിയിരിക്കുകയാണ്.